നാളെ ഉണ്ടായി, ഞാൻ എന്തായാലും നാളെ ഉണ്ടാകും, ഞാൻ നാളെ ജീവിക്കും, എനിക്ക് പടച്ചോൻ എനിക്ക് ഗ്യാരണ്ടി തന്നിട്ടുണ്ട്, ഞാൻ എന്തായാലും നാളെ ഉണ്ടാവും എന്നുള്ള തോട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മൾ ചിലപ്പോൾ ഇന്ന് മരണപ്പെടാം, നാളെ മരണപ്പെടാം, മറ്റന്നാൾ മരണപ്പെടാം. നമ്മുടെ മരണം ഇപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റൂല. അപ്പോൾ ഒരിക്കലും ചെയ്യാനുള്ള കാര്യം നീട്ടി വെക്കാതിരിക്കുക. ഇപ്പോ ഉള്ളത് ഇപ്പോ ചെയ്ത് തീർക്കുക. 5 വക്ത് നമസ്കാരം എന്ന് പറയുന്നത് പടച്ചോൻ നമ്മളെടുത്ത് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതൊരിക്കലും മാറ്റി വെക്കാതിരിക്കുക. നമുക്ക് നമ്മൾ ഇസ്ലാമികമായിട്ട് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് നല്ലൊരു വിജയം ഈ ലോകത്തും പരലോകത്തും. ഞാൻ ഏത് മോട്ടിവേഷൻ ക്ലാസ്സിന് പോയാലും ഏത് തരത്തിലുള്ള എന്ത് ക്ലാസ്സിനായിക്കോട്ടെ ഞാൻ പറയുന്നത് ഇത് തന്നെയാണ്. നിങ്ങൾ ഈ ലോകത്തും പരലോകത്തും വിജയിക്കുന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ മുസ്ലിം പെൺകുട്ടികൾ എന്ന നിലക്ക് നമ്മൾ അതിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. കാരണം നമ്മൾ അങ്ങനെയാണ് വളർന്നിട്ടുള്ളത്. നമുക്ക് എന്താണോ പടച്ചോന് അല്ലെങ്കിൽ പ്രവാചകൻ അല്ലെങ്കിൽ ഖുറാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അത് മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവാണ് എനിക്ക് പറയാനുള്ളത്. പല തരത്തിലും നമ്മളെ വഴിതെറ്റിക്കാനും ഇപ്പോ പലരും അബ്രോഡ് സ്റ്റഡി മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. നിങ്ങൾ എവിടെയും വെക്കോ, നിങ്ങൾ എവിടെ പോയും പഠിച്ചോ, പക്ഷെ നമുക്ക് കിട്ടിയൊരു ഐഡന്റിറ്റി ഉണ്ട്, നമ്മൾ ജനിച്ച് വളർന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട്. നമുക്ക് പടച്ചോൻ പറഞ്ഞു തന്ന്, നമുക്ക് പ്രവാചക പഠിപ്പിച്ചു തന്നു, നമുക്ക് നമ്മുടെ ഖുറാൻ പഠിപ്പിച്ചു തന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട്. അതൊരിക്കലും മാറ്റാതെ നമ്മൾ അതിലും മുറുകെ പിടിച്ചുകൊണ്ട് പോയാൽ നമുക്ക് ഈ ലോകത്തും വിജയം ഉണ്ടാവും, പരലോകത്തും വിജയം ഉണ്ടാവും. അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്.